ഹായ് ഓൾ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഈ ഒരു എക്സ്റ്റീരിയർ ലുക്കിനേക്കാളും ഇൻറ്റീരിയറിന് പ്രാധാന്യം കൽപ്പിച്ച് വളരെ ഭംഗിയിൽ സൗകര്യപ്രദമായി നിർമ്മിച്ചിട്ടുള്ള ഈ ഒരു വീടിൻ്റെ വിശേഷങ്ങളാണ്. വീട് സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലെ പകരയിലാണ്. TP നിഷാദ് നസ്രിൻ ദമ്പതിമാരുടെ ഈ വീട് വരുന്നത് 3000 സ്ക്വയർ ഫീറ്റിലാണ്. ഇതാണ് വീട്ടിലേക്ക് കടന്നു വരുന്ന വഴി. റോഡ് അല്പം ഉയരത്തിലാണ് നിൽക്കുന്നത്. അത് ഈ ഒരു ലാൻഡ്സ്കേപ്പിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. കടന്നു വരുന്ന ഈ ഒരു ഭാഗത്ത് ഒരു സൈഡിൽ പ്ലാന്റ് ബോക്സുകൾ കൊടുത്തിട്ടുണ്ട്. അതിൽ ഇനിയും സെറ്റ് ചെയ്യാനായിട്ടുണ്ട്. പിന്നെ മുറ്റത്ത് വിരിച്ചിട്ടുള്ളത് കടപ്പ സ്റ്റോൺ ആണ്. ഫ്രണ്ടിലായിട്ട് അത്യാവശ്യം മുറ്റം കൊടുത്തിട്ടുണ്ട്. വീടിൻ്റെ എലിവേഷനിലേക്ക് വരുമ്പം വളരെ സിമ്പിളായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ആകെ ഇവിടെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നത് ഈ ഒരു ഭാഗമാണ്. ഇവിടെ GI വർക്കാണ് നൽകിയിട്ടുള്ളത്. വീടിൻ്റെ എലിവേഷൻ വന്നിട്ടുള്ളത് അത്ര ഒരു ഷോളുള്ള ഭാഗത്തല്ല, ഉള്ളേരിയയിലേക്കാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ആവശ്യമില്ല. എങ്കിൽ ഈ വീടിൻ്റെ ഇൻറ്റീരിയർ അതിമനോഹരമായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് വീടിൻ്റെ സിറ്റ് ഔട്ടിലേക്ക് വരാം. അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ളൊരു സിറ്റ് ഔട്ടാണ്. സിറ്റ് ഔട്ടിലേക്ക് കയറുന്ന സ്റ്റെപ്പിന് സൈഡിലായിട്ട് പ്ലാന്റ് ബോക്സ് നൽകിയിട്ടുണ്ട്. നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ്. 2 സ്റ്റെപ്പാണ് നൽകിയിട്ടുള്ളത്. സ്റ്റെപ്പിൽ ഗ്രാനൈറ്റ് ആണ് വിരിച്ചിട്ടുള്ളത്. പിന്നെ ഈ ഒരു ഭാഗത്ത് ഗ്ലാസിൻ്റെ ഹാൻഡ് റെയിലും നൽകിയിട്ടുണ്ട്. പകുതി ഭാഗം ഓപ്പൺ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഫ്രണ്ട് ഭാഗത്തേക്കായിട്ട് 4 സിംഗിൾ വിൻഡോ ആണ് വരുന്നത്. പിന്നെ 3 സിംഗിൾ വുഡൻ ചെയർ നൽകിയിട്ടുണ്ട്. അതുപോലെ ഒരു ടീ ടേബിളും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു സൈഡിലേക്ക് ചെറിയൊരു കോർട്ട്യാർഡ് ചെയ്തിട്ടുണ്ട്. ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് ഇതിൽ വിരിച്ചിട്ടുള്ളത്. മുകളിൽ ഗ്ലാസ് നൽകിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്താണ് GI വർക്ക് വരുന്നത്. പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി അറിയിക്കാനും മറക്കരുത്. ഇവിടെ സീലിങ്ങിൽ LED ലൈറ്റ്സ് ആണ് നൽകിയിട്ടുള്ളത്. ഇനി നമുക്ക് മെയിൻ ഡോറിലേക്ക് വരാം. മെയിൻ ഡോറ് ടീക്ക് വുഡിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ട് നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. ഒരു റൗണ്ട് ഷേപ്പ് ഗ്രൂ ആണ് കേട്ടോ. ഈ ഒരു ഡിസൈനിനോട് മാച്ചായിട്ട് ഒരു D ഷേപ്പിലാണ് വുഡിൻ്റെ ഹാൻഡിൽ കൊടുത്തിട്ടുള്ളത്. അത് കാണാനായിട്ടും നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇനി നമ്മൾ മെയിൻ ഡോറ് ഓപ്പൺ ചെയ്ത് കയറുന്നത് വലിയൊരു ഹാളിലേക്കാണ്. ഈ ഒരു ഹാളിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്കായിട്ടാണ് ഇവിടെ ലിവിങ് ചെയ്തിട്ടുള്ളത്. റൈറ്റ് സൈഡിലേക്കായിട്ടാണ് കിച്ചണും ഡൈനിങ്ങും വരുന്നത്. നേരെ കാണുന്ന ഭാഗത്താണ് 2 ബെഡ്റൂംസ് വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് ലിവിങ് ഒന്ന് വിശദമായിട്ട് കാണാം. സീലിംഗ് ഒക്കെ വളരെ സിമ്പിളായിട്ടാണ് ചെയ്തിട്ടുള്ളത്. പകുതി ഭാഗം LED ലൈറ്റ്സ് മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. വളരെ കുറച്ച് ഭാഗം മാത്രം ജിപ്സം സീലിംഗ് ചെയ്തിട്ടുണ്ട്. ഇവിടെ മൊത്തം ഫർണിച്ചറും കസ്റ്റമൈസ്ഡ് ആണ്. ഈ വീടിൻ്റെ A to Z കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് എൻജിനീയർ ആയിട്ടുള്ള സജാദാണ്. അദ്ദേഹത്തിൻ്റെ നമ്പർ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആവശ്യക്കാർക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ. നല്ല ഭംഗിയുള്ള ആഷ് കളറിൽ വരുന്ന സോഫ സെറ്റിയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. സെൻട്രലായിട്ട് ഇവിടെ ടീ ടേബിളും സെറ്റ് ചെയ്തിട്ടുണ്ട്. വിൻഡോസിൽ റോമൻ ബ്ലിൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്ത് മുകളിൽ ഭംഗിയിൽ സീലിംഗ് ചെയ്തിട്ടുണ്ട്. അതും ഒരു സിമ്പിൾ ഡിസൈനാണ്. പിന്നെ ഈ ഒരു ഏരിയ ഒന്നുകൂടി ഭംഗി കൊടുക്കുന്നതിന് കോർണറിൽ ഒരു ആർട്ടിഫിഷ്യൽ പ്ലാന്റ് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഈ ഒരു സൈഡിലും ഒരു പ്ലാന്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് സ്റ്റെയറിന് താഴെ വരുന്ന ഭാഗമാണ്. ഈ ഒരു ഭാഗത്ത് ഒരു ഷെൽഫ് വരുന്നുണ്ട്. വുഡൻ ഷെൽഫാണ്. ഇനി ഈ ഒരു ഹാളിൻ്റെ സെൻട്രൽ പോർഷനിലാണ് ഈ ഒരു സ്റ്റെയർ വരുന്നത്. സ്റ്റെയർ കേസ് ആണ് വീട്ടിലേക്ക് കയറി വരുമ്പോൾ തന്നെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നത്. സ്റ്റെയർ ചെയ്തിട്ടുള്ളത് മഹാഗണി വുഡിലാണ്. താഴെ മെറ്റൽ വർക്കാണ് വന്നിട്ടുള്ളത്. ഹാൻഡ് റെയിൽ വന്നിട്ടുള്ളത് മഹാഗണി വുഡും ടഫൻ ഗ്ലാസ്സിലും ആണ്. പിന്നെ ഈ ഒരു ഭാഗത്തൊരു പില്ലർ വന്നിട്ടുണ്ട്. പില്ലറിൽ ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് സ്റ്റെയറിൻ്റെ ഈ ഒരു റൈറ്റ് സൈഡ് തന്നെ നോക്കാം. ഈ ഒരു ഭാഗത്താണ് സ്റ്റഡി ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു ഭാഗത്ത് ഷോക്ക് വേണ്ടിയിട്ട് ഇങ്ങനൊരു ടേബിൾ നൽകിയിട്ടുണ്ട്. അതിൽ ഡെക്കേഴ്സ് വെച്ചിട്ടുണ്ട്. ഇവിടെ വോളിൽ മൊത്തം കൊടുത്തിട്ടുള്ളത് ഈ ഒരു ടൈപ്പ് ലൈറ്റ് ആണ് കേട്ടോ.
ഈ ഒരു ഭാഗത്താണ് 2 ബെഡ്റൂം വരുന്നത്. നമുക്ക് ആദ്യം ഈ ഒരു സ്റ്റഡി ഏരിയ കാണാം. സ്റ്റഡി ഏരിയയുടെ ഭാഗം ഡബിൾ ഹൈറ്റിലാണ് വരുന്നത്. സ്റ്റെയർ വരുന്നത് കാരണം പ്രത്യേകിച്ച് ഡബിൾ ഹൈറ്റ് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല. മൾട്ടിവുഡ് വിത്ത് വിനീറിലാണ് ഈ ഒരു ടേബിൾ നിർമ്മിച്ചിട്ടുള്ളത്. പിന്നെ ഇവിടെ വോളിലായിട്ട് മൊറോക്കൻ ടൈപ്പ് ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒരു ബെഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതിൽ റെക്സിനയുടെ ക്ലോത്താണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടെയും വലിയൊരു വിൻഡോ വരുന്നുണ്ട്. ഇനി നമുക്ക് ഇവിടുത്തെ ഫസ്റ്റ് ബെഡ്റൂം കാണാം. ഡോറിലായിട്ടും പാനൽ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഡോറിലൊക്കെ ടീക്ക് വുഡാണ് ചെയ്തിട്ടുള്ളത്. 13x14 ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത്. റൂമൊക്കെ മിനിമലിസ്റ്റിക് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. കോട്ടിൻ്റെ ഹെഡ് ബോർഡ് വരുന്നത് കുഷ്യനിലാണ്. 2 സൈഡിലായിട്ടും ഷെൽഫ് നൽകിയിട്ടുണ്ട്. ക്ലോത്ത് കർട്ടനാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയുള്ളൊരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. സീലിംഗ് പ്ലെയിൻ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഗ്രേ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനാണ് ഇതിന് നൽകിയിട്ടുള്ളത്. നല്ല ഭംഗിയുള്ള 2 ഫ്രെയിമുകളും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഡോർ ഓപ്പൺ ചെയ്ത് കയറുന്ന ഭാഗത്താണ് ഇവിടെ ഡ്രസ്സിങ് ഏരിയ വരുന്നത്. അത്യാവശ്യം വലിയ വാർഡ്രോബാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. വാർഡ്രോബ് ചെയ്തിട്ടുള്ളത് മൾട്ടിവുഡ് വിത്ത് വിനീറിലാണ്. പ്ലൈവുഡും യൂസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വിനീർ വരുന്നത് മാറ്റ് ടൈപ്പ് ആണ്. പിന്നെ ഈ ഒരു കോർണറിലായിട്ട് ഓപ്പൺ ആയിട്ട് ഒരു മേക്കപ്പ് ഷെൽഫ് നൽകിയിട്ടുണ്ട്. അത്യാവശ്യം വലിയൊരു മിററാണ്. ഇവിടെയാണ് ബാത്റൂം വന്നിട്ടുള്ളത്. ബാത്റൂമിൻ്റെ ഡോറ് വൈറ്റ് കളർ തീമിലാണ് ചെയ്തിട്ടുള്ളത്. ബാത്റൂമിന് മുകളിലായിട്ട് സ്റ്റോറേജ് വരുന്നുണ്ട്. അത്യാവശ്യം വലുപ്പത്തിലുള്ളൊരു ബാത്റൂമാണ്. വാഷ് ബേസിനും മിററും കൊടുത്തിട്ടുണ്ട്. പിന്നെ 2x4 മാറ്റ് ടൈപ്പ് ടൈലാണ് വോളിൽ യൂസ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് വരുന്നത് കിഡ്സ് ബെഡ്റൂമാണ് കേട്ടോ. നമ്മൾ മെയിൻ ഡോർ ഓപ്പൺ ചെയ്ത് കയറുമ്പോൾ തന്നെ കാണുന്നൊരു ബെഡ്റൂമാണിത്. ഡോറിന് മുകളിലായിട്ട് വുഡിൻ്റെ നല്ല ഭംഗിയുള്ളൊരു വർക്ക് കൊടുത്തിട്ടുണ്ട്. മുകളിലൊരു സ്പോട്ട് ലൈറ്റ് നൽകിയിട്ടുണ്ട്. അത് ഈ ഒരു വുഡിലേക്ക് അടിക്കുന്ന തരത്തിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇവിടെ എല്ലാ ബെഡ്റൂമും ഒരേ സൈസിൽ തന്നെയാണ് വരുന്നത്. 2 സിംഗിൾ കോട്ടാണ് നൽകിയിട്ടുള്ളത്. ഭാഗത്ത് കുഷ്യൻ തന്നെയാണ് വരുന്നത്. ഗ്രേ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷൻ തന്നെയാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. ഈ ഒരു സൈഡിലേക്കായിട്ടാണ് ഡ്രസ്സിങ് ഏരിയ വരുന്നത്. നല്ല ഭംഗിയുള്ളൊരു മിറർ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ വാർഡ്രോബിൽ ഗ്ലോസി ടൈപ്പും അതുപോലെ മാറ്റ് ടൈപ്പും മിക്സ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ എല്ലാ റൂമിലും ബാത്റൂമിന് വൈറ്റ് ഡോറ് തന്നെയാണ് നൽകിയിട്ടുള്ളത്. വീട് നല്ല വലുപ്പമുണ്ടെന്ന് വിചാരിച്ച് ഇവിടെ ബാത്റൂം ഒന്നും ഓവറായിട്ട് ചെയ്തിട്ടില്ല കേട്ടോ. എല്ലാം അത്യാവശ്യ വലുപ്പത്തിലാണ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ പ്ലാന് എൻ്റെ കയ്യിൽ കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് ഇതിൻ്റെ കറക്റ്റ് സൈസ് നിങ്ങൾക്ക് പറഞ്ഞു തരാത്തത് കേട്ടോ. എങ്കിലും ഇതിൻ്റെ ഓരോ ഡിസൈനും നിങ്ങൾക്ക് ഉപകാരപ്രദമാകും എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ ഒരു ഡൈനിങ്ങിലേക്ക് വരാം. ഇതും അത്യാവശ്യ വലുപ്പത്തിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. 6 ചെയറോട് കൂടിയിട്ടുള്ളൊരു ടേബിളാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ടോപ്പിൽ വരുന്നത് ആർട്ടിഫിഷ്യൽ മാർബിളാണ്. ഡൈനിങ് ഏരിയ ഒന്നുകൂടി ഭംഗി കൊടുക്കുന്നതിന് ഇവിടെ വാൾ ഫ്രെയിം ചെയ്തിട്ടുണ്ട്. കൂടാതെ നേരെ കാണുന്നത് ഒരു ആപ്സ് ആണ് കേട്ടോ. ഇവിടെ വുഡൻ ഡോറാണ് നൽകിയിട്ടുള്ളത്. 2 സൈഡിലായിട്ട് വിൻഡോസ് വന്നിട്ടുണ്ട്. മൊത്തം ഓപ്പൺ ചെയ്യാവുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. ഡബിൾ ഡോറാണ് വരുന്നത്.
ഇവിടെ ചെയ്തിട്ടുള്ളത് ഒരു ആൻറ്റിക് ഡിസൈൻ ഹാൻഡിലാണ് കേട്ടോ. മുകളിൽ പോളികാർബൺ ഷീറ്റാണ് നൽകിയിട്ടുള്ളത്. ഈ കാണുന്ന വിൻഡോ ഇതൊരു വർക്ക് ഏരിയയിൽ നിന്നുള്ളതാണ്. ഡൈനിങ്ങിൻ്റെ തന്നെ റൈറ്റ് സൈഡിലായിട്ടാണ് വാഷ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത്. താഴെ ഷെൽഫ് നൽകിയിട്ടുണ്ട്. ഈ ഒരു വാളിൽ ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. സിമ്പിളായിട്ടുള്ള വാഷ് ബേസിനാണ്. കൂടാതെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇവിടെ ഒരു ഫ്ലവർ വേസ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തും സ്പോട്ട് ലൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് കിച്ചൺ കാണാം. കിച്ചൻ്റെ ഡോറ് ചെയ്തിട്ടുള്ളത് വുഡിലും ഗ്ലാസ്സിലും ആണ്. ഈ ഒരു ഭാഗത്ത് നിന്ന് തന്നെ നമുക്ക് കിച്ചണ് അത്യാവശ്യം ക്ലിയർ ആയിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഫസ്റ്റ് വരുന്നത് ഒരു ഷോ കിച്ചൺ ആണ്. പിന്നെ ഇവിടെ ഫ്ലോറിൽ മൊത്തം കട്നി മാർബിളാണ് വിരിച്ചിട്ടുള്ളത്. ഈ ഒരു കിച്ചണിലൊരു ഫാമിലി ലിവിങ് ഏരിയ കൂടി നൽകിയിട്ടുണ്ട്. ഈ ഒരു കിച്ചൻ്റെ വീഡിയോ പിന്നീട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നതായിരിക്കും. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം കേട്ടോ. കാരണം ഇനിയും നമ്മൾ ഇത് വിശദീകരിക്കാൻ നിന്നാൽ നമ്മുടെ വീഡിയോ ഒരുപാട് ലെങ്ത് ആകും. അപ്പം നമ്മൾ കിച്ചൺ ടൂർ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യും കേട്ടോ. ഈ ഒരു കിച്ചൺ കൂടാതെ ഇവിടെ ഒരു വർക്ക് ഏരിയ കൂടി വരുന്നുണ്ട്. ഇതും നല്ലൊരു സൗകര്യപ്രദമായിട്ടുള്ളൊരു വർക്ക് ഏരിയയാണ്. ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോർ കാണാം. ഈ ഒരു സ്റ്റെപ്പ് കയറി കഴിഞ്ഞാൽ ലാൻഡിങ്ങിൽ ഇങ്ങനെയാണ് വരുന്നത്. ലാൻഡിങ്ങിലായിട്ട് വെളിച്ചത്തിന് വേണ്ടിയിട്ട് ഫുള്ള് വിൻഡോസാണ് നൽകിയിട്ടുള്ളത്. പിന്നെ ഈ ഒരു ഭാഗത്ത് കാണുന്ന ഈ ഒരു ലൈറ്റ് അക്രിലിക് ഷീറ്റിൽ CNC കട്ടിങ് നൽകിയിട്ടുള്ളതാണ്. അതിനകത്തായിട്ട് സ്ട്രിപ്പ് ലൈറ്റ് നൽകിയതാണ്. അതും നമുക്ക് കയറി വരുമ്പോൾ നല്ലൊരു ഷോ തരുന്നുണ്ട്. മുകളിലായിട്ട് നല്ല ഭംഗിയുള്ളൊരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതും ഒരു ആൻറ്റിക് ഡിസൈനിലാണ് ചെയ്തിട്ടുള്ളത്. നേരെ കയറി വരുന്നത് ഒരു ഹാളിലേക്കാണ്. ഈ ഒരു ഹാളിൻ്റെ റൈറ്റ് സൈഡിലേക്കായിട്ടാണ് 2 ബെഡ്റൂം വരുന്നത്. ഇവിടെ 3 വുഡൻ ചെയറുകൾ നൽകിയിട്ടുണ്ട്. പിന്നെ എവിടെയോ വെക്കാനുള്ളൊരു ഫ്രെയിമാണ് കേട്ടോ. ഇനി നമുക്ക് ഫസ്റ്റ് ബെഡ്റൂം കാണാം. അത്യാവശ്യം വലുപ്പത്തിൽ വരുന്നൊരു ബെഡ്റൂമാണിത്. ഇവിടെ ഒരു ബാൽക്കണി വരുന്നുണ്ട്. മുകളിലായിട്ട് LED ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. വൈറ്റ് ആൻഡ് ഗ്രീൻ കളർ കോമ്പിനേഷനിലാണ് ഈ ഒരു ബെഡ്റൂം ചെയ്തിട്ടുള്ളത്. സിമ്പിളായിട്ടുള്ളൊരു കോട്ട് കൊടുത്തിട്ടുണ്ട്. 2 സൈഡിലും ഷെൽഫ് വരുന്നുണ്ട്. ഇനി ഈ ഒരു ബാൽക്കണി കാണാം. ബാൽക്കണിയുടെ ഡോറിൻ്റെ 2 സൈഡിലായിട്ട് വിൻഡോ വരുന്നുണ്ട്. ഇവിടെയും ഒരു മാറ്റ് ടൈപ്പ് ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ബാക്കി ഭാഗം ആർട്ടിഫിഷ്യൽ ഗ്രാസ് നൽകിയിട്ടുണ്ട്. ടൈല് വരുന്ന ഭാഗത്ത് റൂഫ് ചെയ്തിട്ടുണ്ട്. അത് വാർപ്പിൽ തന്നെയാണ് കേട്ടോ. ഇവിടെ ഒരു GI വർക്ക് വരുന്നുണ്ട്. റൂമിൻ്റെ ഈ ഒരു വാളിലായിട്ട് വാൾ ഫ്രെയിം നൽകിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തേക്കായിട്ടാണ് ഡ്രസ്സിങ് ഏരിയയും ബാത്റൂമും കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഒരു ലെങ്തി ആയിട്ടുള്ള ഓപ്പൺ ഷെൽഫ് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ലെങ്തി ആയിട്ടുള്ളൊരു മിററാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ബാത്റൂമിലേക്ക് വരുമ്പോൾ ഈ ഒരു
ഗ്രീൻ ടച്ച് തന്നെ നൽകിയിട്ടുണ്ട്. ഇനി ഈ ഒരു ഹാളിൽ നിന്നൊരു ഫോയർ നൽകിയിട്ടാണ് നെക്സ്റ്റ് ബെഡ്റൂമും ഓപ്പൺ ടെറസും വരുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഒരു ബെഡ്റൂം കാണാം. ബ്ലൂ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് ബെഡ്റൂം ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. നമുക്ക് കയറി വരുമ്പോൾ തന്നെ നല്ലൊരു ആംബിയൻസ് തരുന്നുണ്ട്. ഇവിടെ മുകളിലായിട്ട് നല്ല ഭംഗിയുള്ള 2 ഹാങ്ങിങ് ലൈറ്റുകൾ നൽകിയിട്ടുണ്ട്. കർട്ടനും ഈ ഒരു കളറിനോട് മാച്ചായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഹെഡ് ബോർഡിലായിട്ട് കുഷ്യൻ നൽകിയിട്ടുണ്ട്. അതുപോലെ വിനീർ ഷീറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഈ ഒരു ഭാഗത്തും ഡ്രസ്സിംഗ് ഏരിയ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം വലുപ്പത്തിലുള്ളൊരു വാർഡ്രോബാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ലെങ്തി ആയിട്ടുള്ളൊരു മിററുമാണ് കൊടുത്തിട്ടുള്ളത്. മിററിന് മുകളിലായിട്ടൊരു ട്യൂബ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. മറ്റുള്ള ബാത്റൂമിനെ അപേക്ഷിച്ച് ഈ ഒരു റൂമിലെ ബാത്റൂം വലിപ്പം കൂടുതലാണ് കേട്ടോ. വാഷ് ബേസിൻ നൽകിയിട്ടുണ്ട്. അതിന് താഴെ ഷെൽഫ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ ഒരു കോർണറിലേക്കാണ് ബാത്തിങ് ഏരിയ നൽകിയിട്ടുള്ളത്. ഇവിടെ സീലിങ്ങിൻ്റെ സൈഡിലായിട്ടും കട്ടിങ് ചെയ്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഓപ്പൺ ടെറസ് ഒന്ന് കാണാം. ഇവിടെ ഷീറ്റ് ചെയ്തിട്ടുണ്ട്. GI വർക്കാണ്. സൈഡിൽ നെറ്റ് നൽകിയിട്ടുണ്ട്. താഴെ മാറ്റ് ടൈപ്പ് ടൈലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് വീഡിയോ. നെക്സ്റ്റ് വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.